നമസ്കാരം. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ ആ രഹസ്യ നീക്കം. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു ആണവ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയാണോ അത്? അതായത് ലോകത്തിന്റെ പ്രധാന ഇന്ധനപാതയായ ഹോർമോസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ തണുപ്പിക്കാനായി അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ചർച്ചകൾ മുറുകുന്നതിനിടയിലാണ് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തുന്ന ആ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. എന്തായിരുന്നു ആ റിപ്പോർട്ട്? അതായത് ശത്രുക്കൾക്ക് സ്വപ്നത്തിൽ പോലും കാണാനോ തകർക്കാനോ കൈവശപ്പെടുത്താനോ കഴിയാത്ത വിധം തങ്ങളുടെ യുറേനിയം ശേഖരം ഇറാൻ എന്ത് ചെയ്യുന്നു? എവിടെയോ ഒളിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമമായ CNN പുറത്തുവിട്ട ആഗോള ശക്തികളുടെ ഉറക്കം കെടുത്തുന്ന ആ റിപ്പോർട്ട് എന്താണെന്ന് നമുക്കറിയണ്ടേ? അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന നിലവാരത്തിലുള്ള യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നതായി കരുതപ്പെടുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ ഇറാൻ മനഃപൂർവ്വം എന്ത് ചെയ്തു? തകർത്തു. പ്രവേശന കവാടങ്ങൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ബൂബി ട്രാപ്പ് ചെയ്തതായും അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തുന്നുണ്ട്. ഇതോടെ ഏതെങ്കിലും സൈനികമോ സാങ്കേതികമോ ആയ ദൗത്യത്തിലൂടെ ഈ വസ്തുക്കൾ വീണ്ടെടുക്കുകയോ നിയന്ത്രണത്തിലാക്കുകയോ ചെയ്യുന്നത് മുമ്പത്തേക്കാൾ വളരെ ബുദ്ധിമുട്ടുള്ളതും അപകടകരവുമായിരിക്കും. അപ്പോൾ ഏകദേശം 1/2 ടൺ ഭാരമുള്ള അത്യധികം സമ്പുഷ്ടമായ യുറേനിയം ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ഈ ശേഖരം പിടിച്ചെടുക്കാൻ അമേരിക്കൻ സൈനിക നടപടി പരിഗണിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വസ്തുക്കൾ എന്ത് ചെയ്തു? ഭൂമിക്കടിയിൽ കൂടുതൽ ആഴത്തിൽ സുരക്ഷിതമാക്കിയതിനാൽ അവ പുറത്തെടുക്കുന്നത് വൻ എഞ്ചിനീയറിംഗ് ദൗത്യമായി മാറിയിരിക്കുകയാണ്. തുരങ്കങ്ങൾ തകർന്നു കിടക്കുന്നതും പ്രവേശന മാർഗങ്ങൾ മൈനുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നതും മൂലവും അതിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംഘത്തിനും ഗുരുതരമായ അപകട സാധ്യത നേരിടേണ്ടി വരും. ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കരാറിന്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഭാവി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണയും പൊതുവേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ആണവ ശേഖരം സുരക്ഷിതമാക്കുക എന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ മുൻഗണനകളിൽ ഒന്നാണ്. എന്തായാലും ഹോർമോസ് കടലിടുക്ക് തുറക്കുന്നതിനും മേഖലയിലെ സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഏതു കരാറിലും ആണവ വിഷയത്തിലും നിർണായകമായ സ്ഥാനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആണവ സുരക്ഷാ വിദഗ്ധരും നിലവിലെ സാഹചര്യത്തെ ഗൗരവത്തോടെയാണ് കാണുന്നത്. 2017 മുതൽ 2021 വരെ അമേരിക്കയുടെ നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന്റെ ന്യൂക്ലിയർ മെറ്റീരിയൽ റിമൂവൽ ഓഫീസ് തലവനായി പ്രവർത്തിച്ചിരുന്ന സ്കോട്ട് റോക്കർ CNN പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. അതായത് റിപ്പോർട്ടുകൾ ശരിയാണ് എങ്കിൽ ഉയർന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം വീണ്ടെടുക്കുന്നത് വളരെ സങ്കീർണമായ ഒരു ദൗത്യമായി മാറുമെന്നാണ്. ഭൂഗർഭ ശേഖരത്തിന്റെ ഒരു ഭാഗം പോലും പിന്നീട് കണ്ടെത്താനാകില്ല എന്ന് ഇറാൻ അവകാശപ്പെടാനുള്ള സാധ്യതയും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായതിന്റെയും ഭാവിയിൽ ഇറാൻ വീണ്ടും ആ വസ്തുക്കളിലേക്ക് പ്രവേശനം നേടാൻ കഴിയില്ല എന്ന് ഉറപ്പാക്കുക ഏറെ പ്രയാസകരമായിരിക്കും. അന്താരാഷ്ട്ര നിരീക്ഷകർ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ഇറാന്റെ പ്രധാന ആണവ ശേഖരത്തിന്റെ വലിയൊരു ഭാഗം മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ ആണവ സമുച്ചയത്തിനടിയിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളിലാണ് എന്നാണ്. എന്തായാലും കൂടാതെ മറ്റു ചില രഹസ്യ കേന്ദ്രങ്ങളിലും അധിക വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടാകാം എന്ന സംശയവും ഉടലെടുക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ പൊതുവായി ലഭ്യമല്ല എങ്കിലും അമേരിക്കയും സഖ്യകക്ഷികളും ഉപഗ്രഹ നിരീക്ഷണവും ഇന്റലിജൻസ് ശേഖരണവും ശക്തമാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടെ തന്നെ ഈ യുറേനിയം ശേഖരം പിടിച്ചെടുക്കുന്നതിനുള്ള ഒരു പ്രത്യേക സൈനിക ഓപ്പറേഷൻ അമേരിക്ക തയ്യാറാക്കിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ പിന്നീട് ഇറാൻ സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തമാക്കിയതോടെ ഈ ദൗത്യം കൂടുതൽ അപകടകരമായി മാറി. ഭൂമിക്കടിയിൽ ആഴത്തിൽ മറച്ചുവെച്ചിരിക്കുന്ന വസ്തുക്കൾ കണ്ടെത്താനും പുറത്തെടുക്കുവാനും കനത്ത ഉത്ഖനന ഉപകരണങ്ങളും സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്ന വിദഗ്ധ സംഘങ്ങളും ആവശ്യമായി വരും. അപ്പോൾ ഇത് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ നീളുന്ന അതിസങ്കീർണമായ ഒരു പ്രക്രിയയാകുകയും യുറേനിയം ശേഖരം ഒരു സാധ്യതാപരമായ സൈനിക ലക്ഷ്യമാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ചർച്ച ചെയ്തിരുന്നതും ഇറാനെ കൂടുതൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് അമേരിക്ക നേരിടുന്ന ഈ വെല്ലുവിളി ഒരു ഭാഗം തങ്ങളുടെ സ്വന്തം രാഷ്ട്രീയ സന്ദേശങ്ങളുടെ പ്രത്യാഘാതം കൂടിയാണ്. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി വരും ദിവസങ്ങളിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു കരാർ ഒപ്പുവെച്ചാലും യഥാർത്ഥ വെല്ലുവിളി അതിന് ശേഷമായിരിക്കും. അതായത് യുറേനിയം ശേഖരത്തിന്റെ കൃത്യമായ അളവ്, സംഭരണ കേന്ദ്രങ്ങളുടെ സ്ഥാനം, അവയുടെ സുരക്ഷിത നീക്കം ചെയ്യൽ,
അന്താരാഷ്ട്ര പരിശോധനകൾ എന്നിവയെക്കുറിച്ച് ദീർഘവും സങ്കീർണവുമായ സാങ്കേതിക ചർച്ചകൾ നടക്കേണ്ടി വരും. ലോകത്തെ ഏറ്റവും മികച്ച ആണവ സുരക്ഷാ വിദഗ്ധർക്ക് പോലും ഈ ദൗത്യം പൂർത്തീകരിക്കാൻ ആഴ്ചകളോ മാസങ്ങളോ വേണ്ടിവരും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്താവും ഈ കാര്യമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.